ശരി ശരി ശ്രീ ജയ്ക്ക് നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസ് പറയുന്നതും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും എല്ലാം ഒരൊറ്റ കാര്യമാണ്. ഞാൻ അതിനെ 77 പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞുവെങ്കിലും പോയ കാലത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയും അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്നും അവരുടെ ഇടപെടലുകളെക്കുറിച്ചും വ്യക്തമാക്കുന്ന പലതരത്തിലുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. എന്തിനാ ദേശാഭിമാനിയുടെ മുഖപത്രം 90കളിലേത് വീണ്ടും വീണ്ടും കേരളം ആവർത്തിച്ച് വായിക്കുകയും ചെയ്തു. ആ നിലപാട് CPM തിരുത്തുന്നത് കാലികമാണ് എങ്കിൽ ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ ഒരു കാലത്ത് ഒരു രാഷ്ട്രീയപരമല്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ട് പിന്നീട് അത് മാറ്റുകയാണ് എങ്കിൽ, പക്ഷെ അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അതേ കാര്യം മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ താങ്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല, സ്വന്തം വാക്കുകളെയോ സ്വന്തം പാർട്ടിയുടെ ആശയ ധാരകളെയോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെയോ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടോ റദ്ദ് ചെയ്തുകൊണ്ടോ അല്ല ഇന്നത്തെ രാഷ്ട്രീയം പറയേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കും? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള CPM നിലപാട് മുമ്പ് സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ ഇപ്പോഴെന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന്റെ മറുപടിയിലേക്ക് വരാം. എനിക്ക് കുറച്ച് സമയം അങ്ങ് ഇടപെടൽ രഹിതമായിട്ട് അനുവദിച്ച് നൽകണം. കാരണം ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി, അതോടൊപ്പം BJPയുടെ പ്രതിനിധി, അതോടൊപ്പം നമ്മുടെ സുന്നി പ്രതിനിധിയായി കൂടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റ്, ഇവരോടൊക്കെ കുറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഞാൻ സൂചിപ്പിച്ചത്? ആദ്യം തന്നെ ചർച്ചയിൽ സൂചിപ്പിച്ച കാര്യത്തോട് കോൺഗ്രസിന്റെ പ്രതിനിധി, അദ്ദേഹം പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിർബന്ധമായും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം എന്നേക്കാൾ എത്രയോ അനുഭവ സമ്പത്തുള്ള ആളാണ്, എന്നേക്കാൾ എത്രയോ ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം എന്റെ വിമർശനത്തോട്, എന്റെ അഭിപ്രായത്തോട് സ്വീകരിച്ച സമീപനം എന്താണ്? കൊജ്ഞാണൻ, താൻ തന്റെ വീട്ടിൽ പോയി പറയണോ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ കേട്ടിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടും നമ്മളെല്ലാവരും അതിനെ വിമർശിച്ചിട്ടും ഒരക്ഷരം കൊണ്ട് അതിനെ തിരുത്താൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. അപ്പോ കേരളത്തിൽ ചില ആളുകളെ കുറിച്ച് ചില നേതാക്കന്മാർ ഇപ്പൊ പറഞ്ഞതായി സൂചിപ്പിച്ചതുപോലെ അങ്ങ് കോൺഗ്രസിന്റെ അന്തസ്സ് സൂക്ഷിക്കുന്ന ഈ പ്രതികരണമുണ്ടല്ലോ, കോൺഗ്രസിന്റെ നിലവാരം ആകാശത്തോളം വലിപ്പമുള്ള ആ നിലവാരം തുറന്നു കാണിക്കുന്ന ഈ പ്രതികരണവുമായി അങ്ങും മാവേലിക്കര ജയിലിൽ കിടക്കുന്ന സംഘവും ഒക്കെ ഇങ്ങനെ തന്നെ തുടരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ അങ്ങേ വിമർശിച്ചില്ലല്ലോ. അങ്ങനെ താനെന്ന് വിളിച്ചപ്പോ, വീട്ടിൽ പോയി പറയാൻ പറഞ്ഞപ്പോ ഞാൻ ചർച്ച ബഹിഷ്കരിച്ച് പോയില്ലല്ലോ. കാരണം എന്താണ്? നിങ്ങൾ ഇതാണ് എന്നുള്ളത് മാതൃഭൂമിയുടെ പ്രേക്ഷകരും അന്തസ്സുള്ള കോൺഗ്രസ് അടക്കമുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിലയിരുത്തട്ടെ, മനസ്സിലാക്കട്ടെ. ഇനി അദ്ദേഹത്തിന്റെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് എന്താണ് ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോടു കൂടെ പറഞ്ഞു. 2006 സ്വന്തം മണ്ഡലത്തിലെ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ കേരളത്തിന്റെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മതനിരപേക്ഷവാദികളാണെന്ന് പുസ്തകമെഴുതി അവരെ കൊന്നുകളയണമെന്ന് ആഹ്വാനം ചെയ്ത ഗോൾവൽക്കറുടെ മുമ്പിൽ അവരുടെ ജന്മദിനം ആഘോഷിക്കാൻ, ക്യാമറാമാനോട് സൂം ചെയ്താൽ പറഞ്ഞു, ജന്മദിനം ആഘോഷിക്കാൻ കുനിഞ്ഞ് നിലവിളക്ക് കൊളുത്തുന്ന VD സതീശൻ ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രം അദ്ദേഹം പറഞ്ഞ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശനം. രണ്ടും രണ്ടാണ് കോൺഗ്രസ് നേതാവേ. അത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉള്ള കാലമല്ല, NVIDIയുടെ മറ്റ് കമ്പനികളുടെയും കാലമല്ല. 2006 ഗോൾവൽക്കറുടെ ജന്മദിനം ആഘോഷിക്കാൻ നിലവിളക്ക് കൊളുത്തുന്ന കേരളത്തിലെ നേതാവ് RSS അല്ല. നിർഭാഗ്യവശാൽ കേരളത്തിന്റെ LOP, നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ ചിത്രം പുസ്തക പ്രകാശനം. രണ്ടും രണ്ടാണ്. അപ്പോ അതിന് മറുപടി പറയണം. പിന്നെ ചരിത്രത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ വേഗം ആ കാര്യം പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പൊക്കോളാം. ഏതാണ്? 77 അടിയന്തരാവസ്ഥ വിരുദ്ധ കാലയളവിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ജനസംഘത്തിന്റെ വോട്ട് വാങ്ങി. ഇല്ലേ? ജനസംഘം 77 ഉണ്ടോ? കാര്യഗൗരവത്തോടെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ചരിത്രബോധമുള്ള ഏതെങ്കിലും ഒരാൾ, ഒരുവരെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരാൾ കോൺഗ്രസ് ആഫീസിന്റെ 7 അയലത്തുണ്ടെങ്കിൽ അയാളെ വിളിച്ച് ചോദിക്കണം, 77 ജനതാ പാർട്ടിയിൽ ജനസംഘം ഉണ്ടോ? ജനസംഘം പിരിച്ചുവിട്ടു. അടിയന്തരാവസ്ഥ വിരുദ്ധ കൂട്ടായ്മ എന്ന നിലയിൽ ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ ജനതാ പാർട്ടിക്കാണ് കേരളത്തിലെ ഇടതുപക്ഷം പിന്തുണ കൊടുത്തത്. അപ്പോഴോ ആ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? ആങ്കർക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് ഇന്ന് കണ്ണൂർ MP ആയിട്ടുള്ള K സുധാകരൻ. ഇദ്ദേഹം പറയുന്നു ജനതാ പാർട്ടി RSS ആണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആ ജനതാ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന പ്രസിഡന്റ് K സുധാകരൻ, അയാൾ മത്സരിച്ച മണ്ഡലം, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? പിന്നെ ജനതാ പാർട്ടിയിൽ ജനസംഘത്തിന്റെ പ്രവർത്തകരുണ്ട്, RSS സംഘത്തമുണ്ട് എന്ന ആരോപണം ഉയർന്നു വന്നു. സുപ്രസിദ്ധമായ തെരഞ്ഞെടുപ്പാണ് 77 ശേഷമുള്ള തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പ്. തലശ്ശേരി ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു?
കേരളവും രാഷ്ട്രീയ ഇന്ത്യയും ശ്രദ്ധിച്ച പ്രഖ്യാപനം ഉണ്ടായി. RSS അംഗത്വമുള്ള ദ്വയാംഗത്വ പ്രശ്നം ഉയർന്നു വന്നു. RSS അംഗത്വമുള്ളവർ ജനതാ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ EMSന്റെ പ്രഖ്യാപനം എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ കേരളത്തിന്റെ മണ്ണിൽ ആ പ്രഖ്യാപനം ഉയർന്നു വരുന്നു. RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇന്ന് വരെ ഞാൻ അങ്ങയെ ബഹുമാനത്തോടു കൂടെ വെല്ലുവിളിക്കുന്നു. അങ്ങ് സൂചിപ്പിച്ച പ്രയോഗമോ വീട്ടിൽ പോയി പറയാനോ താനൊന്നും അങ്ങയെ വിളിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ്, കേരളം പോട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പോഴെടുത്ത് നിൽക്കുന്നു. ആ വാചകം പറഞ്ഞ് കോൺഗ്രസ് പ്രതിനിധികളുടെ എന്റെ അഭിപ്രായം അവസാനിപ്പിക്കുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ തൃശ്ശൂരിൽ 8 കോൺഗ്രസ് പ്രതിനിധികൾ 4 പേരുള്ള BJPയിൽ ചേർന്ന് മറ്റത്തൂരിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കൈകോർക്കുന്നു. തൊട്ടപ്പുറ ചൊവ്വന്നൂരിൽ SDP-ക്കാരന്റെ കാല് പിടിച്ച് അവിടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മുന്നണി ഉണ്ടാക്കുന്നു. അതായത് വർഗീയത പറയുന്ന ഏത് അലവലാതിയുടെയും കാല് കഴുകിയ വെള്ളം ഞങ്ങൾ കുടിക്കും എന്ന് പ്രഖ്യാപിച്ച് തെളിയിച്ചു തന്നതാരാണ്? ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ്. 977 നമ്മൾ ഒത്തുചേർന്ന 2026 ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം തീവ്രവാദത്തിന്റെ മുഖമായി SDP-യെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും. ചൊവ്വന്നൂര് ഭൂരിപക്ഷ വർഗീയതയുടെ മുഖമായിട്ടുള്ള ഇന്ത്യൻ തീവ്രവാദികളായിട്ടുള്ള RSSന്റെ കാല് പിടിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തും. മറ്റത്തൂര് മുതൽ ബീഹാർ വരെ ഇന്നലെ വിസ്മയം നടന്ന നാടാ. ആ വിസ്മയങ്ങളെ കുറിച്ചൊന്നും കോൺഗ്രസ് നേതാവ് അറിയുന്നില്ല. എന്നിട്ട് പറയുകയാണ് മതനിരപേക്ഷത. ഏത് ഗോൾവൽക്കറിന്റെ മുമ്പിൽ മുട്ടിലിടുന്നയാളുടെ മതനിരപേക്ഷത. രണ്ടാമത്തെ കാര്യം എന്താണ്? ബഹുമാനീയനായ നമ്മുടെ ഒറ്റക്കാരിയോട് പറഞ്ഞ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. ഒറ്റക്കാരിയുടെ ബഹുമാനീയനായ BJP പ്രതിനിധി പറയുന്നു, ഈ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ തരാതരം പോലെ മാറി ഈ മൈനോറിറ്റി അപ്പീസ്മെന്റ് നടത്തിയിട്ടില്ലേ? അല്ലേ? കൊള്ളാം, നല്ല വാദമാണ് ബഹുമാനപ്പെട്ട BJP നേതാവേ, നല്ല വാദമാണ്. കാശ്മീരിൽ സ്വന്തമായി അധികാരം പിടിക്കാൻ കഴിയാതെ വന്നപ്പോ PDPക്ക് പിന്തുണ കൊടുത്ത പാർട്ടിയാണ് അങ്ങേക്ക് പറയാമോ ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭ? ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ്. കാശ്മീർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ PDPയുടെ പിന്തുണയും വാങ്ങി അവിടെ ഗവൺമെന്റ് രൂപീകരിച്ച നിങ്ങളാണോ ഞങ്ങൾക്കെതിരെ കുറ്റം പറയുന്നത്? നിങ്ങളാണോ ഏതെങ്കിലും ഒരു പ്രീണനത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? ചരിത്രത്തിൽ ഉദാഹരണങ്ങൾ പണം പടർത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ നടത്തിയിട്ടുള്ള നാഗപ്പൂർ നഗരസഭ നിങ്ങൾ എങ്ങനെയാ ഭരിച്ചുകൊണ്ടിരുന്നത്? ഈ തെരഞ്ഞെടുപ്പിലല്ല, ഇതിനു മുമ്പ് ചരിത്രത്തിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചു? ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഡൽഹിയിൽ വന്ന RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം.